മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരു ചരിത്രം പറയുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. ഉമർ തങ്ങൾ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, എന്തിനാ ഉമറേ കരയുന്നത്? ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? എന്താണ് സംഭവിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറയുന്നു, നബിയേ, എന്നെ ആരും ഉപദ്രവിച്ചില്ല, എന്നെ ആരും ഒന്നും ചെയ്തില്ല, പിന്നെ എന്തിനാണ് കരയുന്നതെന്നറിയുമോ? യാ റസൂലല്ലാഹ്, വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. ആരാ പടച്ചവന്? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ തങ്ങളെ കരയിപ്പിച്ച ചെറുപ്പക്കാരനാരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിളിച്ചു കൊണ്ടുവരാൻ. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നു. മുത്തുനബി ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? ഒരുപാട് നാളുകൾ കൊണ്ട് കരയുകയാണല്ലോ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു, 6 മണ്ണിന്റെ അകത്തേക്ക് മയ്യത്തിറക്കി വെച്ചു, പലകയെടുത്ത് നിരത്തി മണ്ണ് വാരിയിട്ടു. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാണ് നബിയേ. കാരണം എന്തെന്നറിയുമോ? ആ ഖബറിന്റെ മുകളിൽ ഒരു അടയാളം വെക്കുകയാ. ഖബർ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു അടയാളം വെച്ചു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. നാട്ടുകാര് മുഴുവനും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ അടയാളം വെച്ച ഖബറിന്റെ ചാരത്ത് കടന്നു ചെന്നു മണ്ണുകൾ വെട്ടി മാറ്റി, പലകയെടുത്തു മാറ്റി, ഖബറിന്റെ അകത്തിറങ്ങിയിട്ട് ആ മയ്യത്ത് പൊതിഞ്ഞിരിക്കുന്ന 3 കഷ്ടം തുണിയുണ്ടല്ലോ, അത് ഞാൻ അടിച്ചെടുക്കും നബിയേ. മയ്യത്തിന്റെ കഫം തുണി മുട്ടിക്കുന്ന കള്ളരാ. എന്റെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന എത്രയോ മയ്യത്തുകൾ നഗ്നരാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, നീ കരയണ്ട, അല്ലാഹു നിനക്ക് പുറത്തു തരും, അല്ലാഹു നിനക്ക് പുറത്തു തരും. ഈ ചെറുപ്പക്കാരനെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ കരച്ചില് നിർത്തുന്നില്ല, കരച്ചില് നിർത്തുന്നില്ല. പിന്നെയും കടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇനി എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്നെ പോലെ പാപം ചെയ്ത ഒരാളും ഈ ദുനിയാവിലില്ല. ആർക്കല്ല പുറത്താൽ എനിക്ക് പുറത്തു തരൂല. ഞാൻ അത്രയ്ക്ക് വലിയ ദ്രോഹിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തു പാപമാ നീ ചെയ്തത്? യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലൊരു സാലിഹത്തായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണു മരിച്ചു നബിയേ. അവളെയും കൊണ്ടുവന്ന് കബറടക്കി അടയാളം വെച്ചു ഞാൻ തിരിച്ചുപോയി. പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ പള്ളിപ്പറമ്പിലേക്ക് ഞാൻ ചെന്നിട്ട് ആ പെണ്ണിന്റെ കബറിൽ നിന്നും മണ്ണു വെട്ടി മാറ്റി, പലകയെടുത്തു മാറ്റി, കബറിന്റെ അകത്തിറങ്ങി ആ പെണ്ണിനെ പൊതിഞ്ഞിരുന്ന കഫം തുണികൾ ഞാൻ അടിച്ചെടുത്തു. എന്നിട്ട് മുകളിലേക്ക് കയറി പലകയെടുത്ത് നിരത്തി വീണ്ടും മണ്ണ് വാരിയിട്ട് മൂടി. അല്ലാഹ്, പള്ളിപ്പറമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ് നബിയേ, ഒരു നൂൽ
ബന്ധം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന സുന്ദരിയെ എനിക്ക് ഓർമ്മ വന്നു നബിയേ, എനിക്ക് അവളോട് വികാരം തോന്നി നബിയേ, എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ. രണ്ടാമതും ഓടുകയാണ്. മണ്ണ് വെട്ടി മാറ്റി, പലകയെടുത്തു മാറ്റി, ഖബറിന്റെ അകത്തിറങ്ങി. ഞാൻ ആ മയ്യത്തിനെ ഖബറിനകത്തിട്ട് വ്യഭിചരിച്ചു നബിയേ. ഉമർ തങ്ങൾ ബോധം കെട്ട് വീണു. അല്ലാഹുവിന്റെ റസൂല് തളർന്നു വീണു. മുത്തുനബിയുടെ കണ്ണ് നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം മയ്യത്തിനെ വ്യഭിചരിച്ചു. ഖബറിന്റെ അകത്തിട്ട് മരിച്ചുപോയ പെണ്ണിന്റെ മയ്യത്തിനെ വ്യഭിചരിച്ചവനാ. ഈ ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഹല്ലി മിനത് തൗബ, അല്ലാഹ് എനിക്ക് പുറത്തരുവോ നബിയേ. മരിച്ച പെണ്ണിനെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, അല്ലാഹ് എനിക്ക് പുറത്തരുവോ, അല്ലാഹ് എനിക്ക് പുറത്തരുവോ. മുത്തുനബി പറഞ്ഞു, നീ അല്ലാഹുവിനോട് തൗബ ചെയ്യ്, അല്ലാഹ് നിനക്ക് പുറത്തു തരും.